നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നോടും ശരത്തത് പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികളെ ആയുധമാക്കുന്ന റാസ്കൽ. ശരത്തിന് എന്നോടുള്ള പകയ്ക്ക് പിന്നില് കൃത്യമായ ഒരു കഥയും കാരണമുണ്ട് സർ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചിതാഭസ്മ കലശവും അവന്റെ കയ്യിലുണ്ട്. ഞാൻ കൊന്ന ആളിന്റെ ചിതാഭസ്മാണെന്നാണ് സർ അവൻ പറയുന്നത്. ശരത്തിനെ അലട്ടുന്നൊരു മരണമുണ്ട്, അത് സത്യമാണ്. എന്റെ അച്ഛന്റെ മരണം പോലും ഒരു നാച്ചുറൽ ഡെത്ത് ആയിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. സുധിയേട്ടന് സംഭവിച്ച അപകടം അതെനിക്ക് പണ്ടേ സംശയമുണ്ട്. ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ, സുധിയേട്ടനെ ഇടിച്ച ലോറി മാത്രമല്ല കഥയിലെ വില്ലനെന്ന്. ഒരു കാറും ഉണ്ടായിരുന്നു. സത്യത്തില് ആ കാർ യാത്രക്കാര് കാരണോ എന്റെ സുധേട്ടൻ. ശരത്തിന്റെ കഥയ്ക്കൊപ്പം തന്നെ അവരെ ഞാൻ കണ്ടെത്തും സർ. അല്ല ദേവിക, കാറിൽ വന്നവർ എന്ത് പിഴച്ചു? ഇനിയിപ്പോ അവരെ കണ്ടെത്തിയിട്ട് എന്തിനാ? കണ്ടെത്തണം മാഡം. ഒരു ദിവസം പോലും ഭർത്താവിനൊപ്പം ഒന്നിച്ച് ജീവിക്കാനാവാതെ ഞാൻ വിധവയായപ്പോ അവര് ജീവിക്കുന്നുണ്ടാവുമല്ലോ. 2 വർഷം മുമ്പ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് ശരത്ത് ഏറ്റുവാങ്ങിയ മൃതശരീരം ഇപ്പോഴത്തെ തമിഴ്നാട് ഹോസ്പിറ്റൽ കണക്ഷൻ, ഇത് രണ്ടും ഞാൻ കണ്ടുപിടിച്ച് തന്നിരിക്കും. അത് മതി സർ. ആ സ്വാമി, ഓ എത്താറായോ? എങ്കിൽ പിന്നെ ഫോൺ വെച്ചോളൂ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ആ സ്വാമി വരുന്നുണ്ട്. മലയിറങ്ങി അയ്യപ്പസ്വാമിയൊന്നും അല്ലല്ലോ വരുന്നത്, ഇത്ര ആവേശം കൊള്ളാൻ. ഞാൻ നിന്നോടല്ല പറഞ്ഞത്, നിരഞ്ജനോടാ. നിരഞ്ജൻ സ്വാമിയെ ഒന്ന് വിളിച്ചു പോലുമില്ല എന്ന് സ്വാമി സങ്കടം പറഞ്ഞു. വിളിച്ചിട്ട് എന്ത് പറയാനാ സർ? വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാമി തെറ്റിദ്ധരിക്കും. പണം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ വിളിക്കുവാണോന്ന്. അല്ലെങ്കിൽ തന്നെ സ്വാമിക്ക് അത്ര വലിയ അത്യാഹിതം ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇവിടെ നാളാം വീതം വിളിച്ച് ക്ഷേമാന്വേഷണം നടത്താൻ. നമുക്ക് വേണ്ടി പോയപ്പോഴാണ് സ്വാമിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അവർ കൺസേൺ കാണിക്കേണ്ടത് സാമാന്യ മര്യാദയാണ്. ഡാഡി ആവശ്യത്തിൽ കൂടുതൽ കൺസേൺ കാണിക്കുന്നുണ്ടല്ലോ. അതിന്റെ കുഴപ്പങ്ങൾ എപ്പോ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്? സാർ അകത്തോട്ട് വരാലോ അല്ലേ? അതെന്താ സ്വാമി അങ്ങനെ ചോദിച്ചത്? സ്വാമി എങ്ങനെ ചോദിക്കും? വിശ്വസിച്ച് ഏൽപ്പിച്ചു വിട്ടതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് തോറ്റു തുന്നം പാടി തിരിച്ചു വന്നിരിക്കല്ലേ. അപ്പൊ കയറി വരാൻ ഒരു അറപ്പ് കാണും അല്ലേ? സ്വാമി നഷ്ടപ്പെടുത്തിയതൊന്നും നിന്റേതല്ല. ആഹാ, എന്നാര് പറഞ്ഞു? നിങ്ങളുടേത് മാത്രമായിട്ടേ ഇവിടെ ഒന്നുമില്ല. ഈ കുടുംബത്തിലെ സ്വത്തിന്റെ ഒരംശം പോയാലും, ഇവിടെ ഇരിക്കുന്ന ടിന്നീന്ന് ഒരു ബിസ്ക്കറ്റ് ഉറുമ്പ് തിന്നാലും അതിന്റെ നഷ്ടം കാഞ്ചനയ്ക്കും കൂടിയാ. സ്വാമി ഇതൊന്നും കാര്യമാക്കണ്ട. നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടു, പണമല്ലേ പോയുള്ളൂ. അത് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താം. എങ്ങനെ കണ്ടെത്തുന്ന ഡാഡി പറയുന്നത്? അതോ ക്ലിനിക്ക് തുടങ്ങാന്നുള്ള ആശയം ഡാഡി അങ്ങ് ഉപേക്ഷിച്ചോ? അതിനാണ് സാധ്യത. ഒന്നും തുടങ്ങാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് ആ പണം കൊണ്ടുപോയി കൊടുത്ത് സാധനം വാങ്ങിക്കൊണ്ട് വരാനുള്ളതിന് ഹൈവേയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു പോലും. സത്യം പറയാല്ല സ്വാമി, ഇങ്ങനെ ഒരു ആക്രമണം നടന്നോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പച്ചിയുടെ സംശയത്തിൽ വല്ല കഴമ്പും ഉണ്ടോ സ്വാമി? എന്താ ഉദ്ദേശിച്ചത്? ഞാൻ കെട്ടിച്ചമച്ച കഥയാണെന്ന്. എന്നിട്ട് ആ 50 ലക്ഷം രൂപ ഞാൻ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു? അക്ഷര, അപ്പച്ചിക്ക് എന്ത് വേണമെങ്കിലും പറയാം. നീ അതേ നാവ് ഉപയോഗിക്കരുത്, കേട്ടല്ലോ? അല്ല,
ഞാൻ പറയാനുള്ളത് പറയും. എനിക്കങ്ങനെ ഉള്ളിൽ അടക്കി പിടിച്ച് നടക്കൊന്നും വേണ്ട. അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ലോക്കൽ സ്റ്റേഷനിൽ ചെന്നൊന്ന് അന്വേഷിച്ചാൽ മതി, ഇങ്ങനെ ഒരു ആക്രമണം നടന്നില്ല. ആ, അതിപ്പോ സ്വയം മുറിവേൽപ്പിച്ചിട്ടും നമുക്കൊരു കേസ് കൊടുക്കാൻ പറ്റുമല്ലോ. നിർത്ത്. കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഓ, സ്വാമിയെ ആക്രമിച്ചതാരാന്നൊക്കെ എനിക്കുണ്ടൊരു ഊഹം. ഡാഡി വളഞ്ഞു ചുറ്റി വരുന്നത് എങ്ങോട്ടാണെന്നൊക്കെ ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. വെറുതെ പാവങ്ങളെ സംശയിക്കണ്ട. നിങ്ങൾക്ക് പാവങ്ങളും പരിശുദ്ധരുമായവരെയൊന്നും പൊതിഞ്ഞു പിടിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്തായാലും കേസ് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. പോയ കാശ് തിരിച്ചു പിടിക്കുകയും ചെയ്യും. അതോടുകൂടി കാര്യങ്ങൾക്കെല്ലാം ഒരവസാനം ഉണ്ടാകുകയും ചെയ്യും. പിന്നെ ക്ലിനിക്ക് തുടങ്ങില്ല എന്നുള്ള നിന്റെ മകന്റെയും നിന്റെയും വിശ്വാസം അതങ്ങ് കാറ്റിൽ പറത്തി കളഞ്ഞാൽ മതി. ക്ലിനിക്ക് തുറന്ന് തന്നെ ചെയ്യും. ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി ഈ ജയശങ്കർ കണ്ടെത്തിയിരിക്കും. സാർ വിഷമിക്കാതെ, ഞാനും എൻ്റെതായ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കെട്ടിടത്തിന്റെ ഇന്റീരിയർ വർക്ക് നടക്കുകയല്ലേ, അതിന് 10 ദിവസം എടുക്കും. അതിനകം പണം കണ്ടെത്താനുള്ള വഴി നോക്കാം. പണം കണ്ടെത്താനുള്ള വഴി നോക്കാം. പക്ഷേ ഈ പണം ഏത് വഴിക്കാണ് പോയതെന്ന് കണ്ടെത്തുകയും വേണം. അതിന് കേസ് കൊടുത്തിട്ടുണ്ട്, കേസ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഡാഡിക്ക് ചില ഊഹങ്ങൾ ഉള്ളതുപോലെ എന്റെ മനസ്സിലും ചില ഊഹങ്ങളൊക്കെ ഉണ്ട്. ആ വഴിക്ക് ഞാനും നീങ്ങിക്കോളാം. കുടിക്ക. എന്റെ മോൻ അലഞ്ഞു ക്ഷീണിച്ചു വന്നതല്ലേ. ഓ, അങ്ങനൊന്നും അലഞ്ഞിട്ടൊന്നുമില്ല. ദേവികയ്ക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു. എനിക്ക് ചിലത് പറയണമായിരുന്നു. ഓ, നീ പണഞ്ഞോ? ഞാനൊന്നും പണയുന്നില്ല. ചേച്ചി കടുപ്പത്തിനൊരു കാപ്പി തരും. അതിനേക്കാളും കടുപ്പത്തില് കുറെ കാര്യങ്ങളും പറയും. അത് കറക്റ്റ്. എന്തായി കുഞ്ഞളിയ നിരഞ്ജൻ സാറിന്റെ കാശ് പോയ കാര്യം? നിങ്ങൾ അത് ഇവന്റെ കാശ് പോയ കാര്യം അന്വേഷിക്കും മനുഷ്യ. 50 ലക്ഷം. നിരഞ്ജൻ ഡോക്ടറുടെ 50 ലക്ഷം പോയത്. പിന്നെ 50 ലക്ഷം അങ്ങ് പോയി. ഒന്ന് പോടാ മണ്ട. എടാ, അയാൾക്ക് കുത്തു കിട്ടിയ അന്തിനാടകം നടത്തിയ അന്ന് നിന്നോട് ഞാൻ മുൻകൂട്ടി പ്രവചിച്ചതല്ലേ? എന്ത്? എന്താന്നോ?